ഒരൊറ്റപ്പാട്ട്. അതിൽ 3 രാഗം യൂസ് ചെയ്തിട്ടുണ്ട്. 3 സ്റ്റാൻസിൽ 3 രാഗം, 3 ദൈവത്തെയും പറ്റിയിട്ടാണ്. പല്ലവിയിൽ അയ്യപ്പനെ പറ്റിയാണെങ്കിൽ അനുപല്ലവിയിൽ ഗണപതി, ചരണത്തിൽ മുരുകനെ പറ്റി. അതിമനോഹരമായിട്ടുള്ളൊരു ഭക്തിഗാനം. ഏതാണ്? പാട്ട് ആരംഭിക്കുന്നത് സാരംഗരാഗത്തിലൂടെയാണ്. ഇവിടെ അയ്യപ്പനെ കുറിച്ചിട്ടാണോ പറയുന്നത്. പല്ലവി: അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ, അഖിലാണ്ട ബ്രഹ്മത്തിൻ ആനന്ദമേകുവാൻ അവതാരം കൈക്കൊണ്ട കാരുണ്യമേ, ഹരിഹര ശക്തിതൻ സാഫല്യമേ, ഹരിഹര ശക്തിതൻ സാഫല്യമേ, എന്നിൽ സ്വരരാഗ സുധയായി ഉണരാവൂലി. അനുപല്ലവിയിലേക്ക് വരുമ്പോൾ ഏത് രാഗമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ പാട്ടിന്റെ വരിയിൽ തന്നെ രാഗത്തിന്റെ പേരുണ്ട്. പിന്നെ ദൈവം അവിടെ ഗണപതിയാവും, അയ്യപ്പനിൽ നിന്ന് ഗണപതിയിലേക്കാവും. നാദസരസിലെ ഹംസധ്വനികളിൽ വാതാപിയായ വിനായകനേ, നാദസരസിലെ ഹംസധ്വനികളിൽ വാതാപിയായ വിനായകനേ, എൻ വഴിത്താരയിൽ നിന്ദയാവായി പിണ്ടി പൊൻവെയിൽ നാളങ്ങൾ തെളിയാവൂ, എൻ വഴിത്താരയിൽ നിന്ദയാവായി പിണ്ടി പൊൻവെയിൽ നാളങ്ങൾ തെളിയാവൂ. ചരണം ആരംഭിക്കുമ്പോഴത്തേക്കും വീണ്ടും ഭഗവാനും മാറുന്നു, രാഗം മാറുന്നു. രാഗത്തിന്റെ പേര് തുടങ്ങുന്ന ആ വരിയിൽ തന്നെ രാഗത്തിന്റെ പേര് മെൻഷൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, നിങ്ങൾ കേൾക്കുക. ഭഗവാൻ ഗണപതിയിൽ നിന്നും മുരുകനാവുന്നു. ഷൺമുഖ പ്രിയരാഗ തീർത്ഥത്തിലാറാടി ഉമ്മയം കാവടിയാടിയാടി, ഷൺമുഖ പ്രിയരാഗ തീർത്ഥത്തിലാറാടി ഉമ്മയം കാവടിയാടിയാടി, പഴനിയിൽ വാഴുന്ന വേലവരേ, പഴനിയിൽ വാഴുന്ന വേലവനെ, കൃപ പരിനീരായ വിരാമം പൊഴിയാവൂ, അഖിലാണ്ട ബ്രഹ്മത്തിൻ